يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله اللهم أنت الصاحب في السفر والخليفة في الليل والمال والبلد يا رب العالمين اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر في الليل والمال والبلد يا رب العالمين اللهم وفقنا حج بيتك الحرام وزيارة قبر النبي المصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم നമ്മുടെ ജമാഅത്തിന്റെ ഖത്തീബ് അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് എ ബി ഷാഫി, നമ്മുടെ മദ്രസ ജസാദ് ഉസ്താദ് കമറുദ്ദീൻ ഫൈസൽ, എ കെ യൂസഫ്, അതുപോലെ തന്നെ മുസ്ലിം സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മിത്തൽ, അതുപോലെ തന്നെ ജമാഅത്ത് മുഖ്യ ഉസ്താദ് അബ്ദുറഹ്മാൻ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം നമ്മിൽ നിന്നും വിടവന്നുപോയ നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ നിയാജി അവരുടെ അനുസ്മരണം, അതുപോലെ നമ്മുടെ പ്രാഥമിക പ്രസിഡന്റ് സ്ഥാപിച്ച, അതുപോലെ നമ്മുടെ മെമ്പർ ശരി, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർ നമ്മളെ വിട്ട് അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആ മജ്‌ലിസ് നടത്തുവാനും, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്കുള്ള യാത്രയ്ക്ക് കൂടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടുകൂടി ഈ സദസ്സ് ഏറ്റവും ബഹുമാനനായ ജമാഅത്തിന്റെ ഖത്തീബ് ഉസ്താദ്, അതേപോലെ തന്നെ ജമാഅത്തിന്റെ സദ് ഉസ്താദ്, ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി, ഇവിടെ സ്വാഗതം പറഞ്ഞ ഇത്തിഹാദുൽ മുസ്ലിം സാധു സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സമീർ, വൈസ് പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് മീത്തൽ, ബഹുമാനപ്പെട്ട ഉസ്താദ് മുഖ്യ ഉസ്താദ്, അതേപോലെ തന്നെ സാധു സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ,
ഇന്നിവിടെ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അഞ്ചകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പ്രിയ സഹോദരി സഹോദരന്മാർക്ക്, മാരായ അച്ചാച്ചിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം തോന്നുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് 8ഓളം പേര് അവർക്കൊരു യാത്രയപ്പം, അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സദസ്സും അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ബഹുമാനായ നമ്മുടെ ഖത്തീബ് ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി നമ്മുടെ എല്ലാവരെയും ബഹുമാനായ കഴിഞ്ഞ 12 വർഷത്തോളം കാലം ഈ ജമാഅത്തിന്റെ പ്രസിഡന്റായി നമ്മോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ബഹുമാനായ അബ്ദുൽ കുഞ്ഞി ഹാജി കഴിഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നമ്മോട് ഇവിടെ വന്നത്. നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ജമാഅത്തും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ഇത്തിഹാദുൽ മുസ്ലിം സാധു സംരക്ഷണ സമിതി അല്പം വൈകാൻ കാരണം തെരഞ്ഞെടുപ്പുമായി നമ്മൾ ഒന്നിച്ച് ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിനായിട്ട് യാത്ര ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെക്കാളും ഒരുപാട് പ്രായം കൂടുതലുള്ള അദ്ദേഹം ഗൾഫിലൊക്കെ ആദ്യമായി പോകുന്നതെങ്കിലും ഞങ്ങള് പറയുന്ന ഏത് കാര്യവും ഒരു മടിയും കൂടാതെ, ഇല്ലെങ്കിൽ ഇന്ന് വേണ്ട, ഇന്നെനിക്കൊന്നും വലിയ കുറച്ച് ക്ഷീണമുണ്ട് എന്നുള്ള അങ്ങനത്തെ പദം ഉപയോഗിക്കാറില്ല. ഞങ്ങൾ എന്തെങ്കിലും പറയും ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ അബുദാബിക്ക് പോകണം, അല്ലെങ്കിൽ ഇന്ന് ദുബൈയിൽ നമുക്ക് ഷാർജ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ. നീണ്ട 17 ദിവസം നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളെക്കാളും ഊർജവത്തോടുകൂടി, ആർജവത്തോടുകൂടി, അല്ലെങ്കിൽ ഞങ്ങളെക്കാളും താല്പര്യത്തോടുകൂടി എവിടെ പോകാനും വരാമെന്ന് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഞങ്ങളെക്കാളും മുമ്പ് ഡ്രസ് എടുത്ത് റെഡിയായി നിൽക്കും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. നാടിന്റെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ജമാഅത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു 38 ലക്ഷം രൂപ 17 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുകൂടാതെ ഞങ്ങള് അജ്മീറിലേക്ക് ഒന്നിച്ച് കുടുംബസമേതം യാത്ര ചെയ്തു. അതേപോലെ തന്നെ ഞങ്ങൾ ഉംറക്ക് ഒന്നിച്ച് പോയി. ഇങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതലായി സംസാരിക്കാൻ സാധിക്കും. ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് ഞങ്ങളെ കൂടെ അദ്ദേഹം ഒരു 10 വർഷം പ്രവർത്തിച്ചത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ചില വ്യക്തിത്വങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ നാടിനും സമൂഹത്തിനും സമുദായത്തിനും എത്രത്തോളം ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരാളെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബഹുമാനാദരവുകൾ നിറഞ്ഞ സദർ ഉസ്താദ് ഉൾപ്പെടെയുള്ള റഷീദ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അതിനുള്ള തടസ്സങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഹജ്ജിന്റെ അമലുകൾ ചെയ്യാൻ കഴിയാതെ റൂമിൽ രോഗിയായി കിടക്കേണ്ട ഒരവസ്ഥ അള്ളാഹു വരുത്തിക്കാതിരിക്കുമാറാവട്ടെ. പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ. നമ്മുടെ പ്രിയപ്പെട്ട വൈദുച്ച ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ പല രോഗങ്ങളുണ്ട്, എനിക്കറിയാം. അള്ളാഹു അവിടെ ചെന്ന് സംസം വെള്ളം കുടിക്കുന്നതോടുകൂടെ അവരുടെ സകലമായ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ രാവിലെ ഇന്ന് പ്രഭാഷണം നടത്തുകയുണ്ടായി. അവിടെ വെച്ചിട്ടൊക്കെ ദുആ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഒരു അപകടവും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടെ ഹജ്ജും ഉംറയും ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആഫിയത്തും ആരോഗ്യവും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് ഹാജിക്ക, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന മഹ്ശറയുടെ ഭീകരതയിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു നാളെ അർശിന്റെ തണലിട്ട് കൊടുക്കും. അവർക്ക് മഹ്ശറയുടെ ഭീകരതയോ, മഹ്ശറയുടെ ആകുലതയോ, മഹ്ശറയുടെ വിയർപ്പോ, മഹ്ശറയുടെ ചൂടോ, മഹ്ശറയുടെ പ്രയാസമോ അവർക്കില്ല. മഹ്ശറയുടെ ഭീകരതയിൽ നിന്ന് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫോട്ടോകൾ നമ്മൾ കൂടുതലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ദൃശ്യമാധ്യമങ്ങളിലും കാണാറില്ല. അവരങ്ങനെ ആഗ്രഹിക്കാറുമില്ല. പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല നാടിന്റെ ചുറ്റുഭാഗത്തിലുള്ള ആളുകൾ കഷ്ടപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ ഓരോ ഫോണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിളിവരുമ്പോ ഞങ്ങൾ ഉസ്താദെ അവരുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ പ്രശംസയോ ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വജഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവന്ദനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ മരണപ്പെടുമ്പോഴും അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു വിഷമം വരുമ്പോഴും ഇതുപോലെയുള്ള സംഘടനകൾ നമ്മൾ അനുസ്മരിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനാ സദസ്സുകൾ ഒരുക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട അടിമയെ അല്ലാഹു സഹായിക്കുന്നു. എത്രത്തോളം എന്നറിയോ? മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഞാൻ ആ കഅബ ശരീഫിന്റെ മഹാത്മ്യവും ശ്രേഷ്ഠതയും പറയുമ്പോൾ അവിടെ നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ കിട്ടുന്ന ശിക്ഷയും കൂടെ പറയുകയാണ്. ഈ രാജാവ് അതിശക്തമായ രീതിയിൽ സംസാരിച്ചു. കഅബ ശരീഫിന്റെ അടുക്കൽ ഞാൻ തവാഫ് ചെയ്യാൻ വന്നിട്ട്, ഉംറ ചെയ്യാൻ വന്നിട്ട്, ഒരു നാട്ടിൽ നിന്നൊരു രാജാവ് വന്നിട്ട് എന്നെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? അപ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. ഇവിടെ രാജാവെന്നോ അല്ലെങ്കിൽ പണക്കാരനെന്നോ പണിക്കാരനെന്നോ ഒന്നുമില്ല. ഇവിടെ ആര് വന്നാലും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ മന്ത്രധ്വനിയല്ലാതെ മറ്റൊന്നും ഇവിടെ കേൾക്കാനില്ല. അങ്ങനെ ഈ മനുഷ്യൻ തവാഫ് ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ, തവാഫ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം അവിടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം അഹങ്കാരത്തിന്റെ ശബ്ദം മുഴക്കി, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് ഇവിടെ വന്നിട്ട് എന്നെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയം അദ്ദേഹത്തിന്റെ നാവിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ട് ശരീരം ഒരു ഭാഗത്തേക്ക് തളർന്നു പോയി എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു. നേരം പുലർന്നു, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു. വിശുദ്ധ കഅബ ശരീഫിന്റെ കില്ല് പിടിച്ചിട്ട് ശ്രദ്ധിക്കണേ, മോശപ്പെട്ട ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ശിക്ഷ കേൾക്കണോ നിങ്ങൾക്ക്? തുബ്ബഅ രാജാവ് എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ് ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. തുബ്ബഅ രാജാവ് എന്ന് പറയപ്പെടുന്ന രാജാവ് ഒരു അവസരത്തിൽ വിശുദ്ധ മക്കത്തുൽ മുകറമ കഅബ ശരീഫ് സന്ദർശിക്കാൻ വേണ്ടി വരികയുണ്ടായി. അവിടെ പണ്ഡിതനും പാമരനും പണക്കാരനും പണിക്കാരനും കറുത്തവനും വെളുത്തവനുമില്ല. എല്ലാവരും തക്ബീറിന്റെ മന്ത്രധ്വനികളുമായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തുബ്ബഅ രാജാവ് എന്ന് പറയപ്പെടുന്ന രാജാവ് വിശുദ്ധ കഅബ ശരീഫിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ രാജാവ് അഹങ്കാരത്തോടുകൂടെ ചോദിച്ചുവത്രേ, ഒരു രാജ്യത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ് ഇവിടെ വന്നിട്ട് എന്നെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? കാരണം രാജാവല്ലേ വന്നിട്ടുള്ളത്, സ്വീകരിക്കാൻ പരിവാരങ്ങൾ ആരും ഈ കഅബ ശരീഫിന്റെ അടുക്കലില്ലേ എന്ന് ഉച്ചത്തിൽ. അതുകൊണ്ട് ആ കഅബ ശരീഫിന് പൊളിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കഅബ വന്ന് സന്ദർശിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള വിശുദ്ധ കഅബ ശരീഫിന്റെ ശ്രേഷ്ഠത നമ്മൾ രാവിലെ പഠിച്ചു.
അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് രാവിലെ സംസാരിക്കുകയുണ്ടായി. അഥവാ യാത്ര പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: മുശാവറ നടത്തുക, ഇസ്തിഖാറത്ത് നിസ്കരിക്കുക, മാതാപിതാക്കളുടെ പൊരുത്തവും വാങ്ങിക്കുക, ഹലാലായ പണം കൊണ്ട് യാത്ര പോവുക. ഇങ്ങനെയുള്ള യാത്രയുടെ കാര്യങ്ങളും ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇനി അതുപോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് നമ്മളൊരു റക്അത്ത് നിസ്കരിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആകാശത്തിൽ നിന്ന് ഓരോ ദിവസവും 120 റഹ്മത്ത് വിശുദ്ധ കഅബ ശരീഫിനെ ലക്ഷ്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിൽ ഒരു ആയത്തുണ്ട്, ജഅലല്ലാഹുൽ കഅബ, ഈ കഅബ ശരീഫിനെ അല്ലാഹു ആക്കിയത് ഖിയാമൻ ലിന്നാസി, ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ കഅബയാണ്. കഅബയില്ലാതെ പിന്നെ നമുക്ക് നിസ്കാരമില്ല, കഅബയില്ലാതെ ലോകമില്ല, കഅബയില്ലാതെ ഖിബിലയില്ല. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ കഅബയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിക്കുകയാണ്, 3 പ്രാവശ്യം വിശുദ്ധ കഅബ ശരീഫിനെ പൊളിക്കപ്പെടും. 2 പ്രാവശ്യം വിശുദ്ധ കഅബ ശരീഫിനെ പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഈ തുബ്ബഅ രാജാവ് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ഭാഗത്തിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി, ഞാൻ മോശമായി ഇവിടെ അപമര്യാദയായി സംസാരിച്ചു പോയി. അല്ലാഹുവേ, എന്റെ ശരീരം ഇതാ തളർന്നു പോയിട്ടുണ്ട്, നീ ഇത് പുറത്തു തരണേ. കഅബ ശരീഫ് പറയുന്നുണ്ട് ഒരു അഭിപ്രായം, തുബ്ബഅ രാജാവാണ് വിശുദ്ധ കഅബ ശരീഫിന്റെ കില്ല പുതപ്പിക്കാൻ ഒരു കറുത്ത ഒരു പുതപ്പ് നമുക്ക് കാണാൻ കഴിയും. ആ തുബ്ബഅ രാജാവാണ് വിശുദ്ധ കഅബ ശരീഫിനെ കില്ല പുതപ്പിക്കാൻ തുടങ്ങിയത് എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അപ്പോ അവിടെ നമ്മള് മോശമായ ഒരു സംസാരം ഉറങ്ങാനല്ല, അത്യാധുനിക സൗകര്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാനല്ല. പിന്നെ നമ്മൾ പോകുന്നത് ഹജ്ജ് എന്നുള്ളത് ത്യാഗമാണ്. അവർ അനുഭവിച്ച അനുഭവങ്ങളെ നമ്മൾ നടന്നുകൊണ്ട് അവരുടെ പാത പിൻപറ്റുക, അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ ചിലപ്പോ 100-200 ആളുകൾക്ക് ഒരു ബാത്റൂമേ 2 ബാത്റൂമേ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ വിചാരിക്കും, എന്റെ വീട്ടിലിരിക്കുന്ന നല്ലൊരു റൂമുണ്ട്, AC ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതൊന്നുമില്ലല്ലോ. ശ്രേഷ്ഠതയുള്ള ഷറഫാക്കപ്പെട്ട മണ്ണാണ്. ഒരു ഫാത്തിഹ ഞാൻ പറഞ്ഞല്ലോ, അവിടെ വെച്ച് ഒരു ഫാത്തിഹ ഓതിയാൽ 1,00,000 ഫാത്തിഹ സൂറത്ത് ഓതിയതിന്റെ പ്രതിഫലം കിട്ടുന്ന ശ്രേഷ്ഠതയുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാരഥന്മാരായ അംബിയ മുർസലുകൾ തവാഫ് ചെയ്ത ആ ഷറഫാക്കപ്പെട്ട ഭൂമിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നാളെ നമ്മൾ യാത്ര ഇസ്തിഖാറത്ത് നിസ്കരിച്ചു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നാളെ നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ന് നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കുകയാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നഖം മുറിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ഹജ്ജിന് പോകുന്ന ആളുകൾ, നിങ്ങൾ നാളെയാണ് യാത്ര പോകുന്നത് എങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യമായി നമ്മൾ നഖം മുറിക്കുക. നഖം മുറിക്കുമ്പോൾ സുന്നത്ത്. ഇന്നത്തെ കാലത്ത് ഹജ്ജിന് പോകുന്ന ഏതൊരാൾക്കും ഉണ്ട്. സത്യത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപാട് പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുള്ള വാക്കാണ് മഖ്ബൂൽ മബ്റൂർ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു മഹതായ ഈ ഒരു സദസ്സ് ഇങ്ങനെ വിളിച്ച ഈ ഒരു സാഹചര്യത്തിൽ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണം പങ്കിട്ടുകൊണ്ട് പലപ്പോഴും ഹജ്ജിന് പോകുന്ന ആളുകൾ ഇക്കാലത്ത് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം മാത്രം ഉണർത്തി ഞാൻ നിർത്താം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ മറ്റുള്ള കർമ്മങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്നതും ചെല്ലുന്നതും പോലത്തെ ദിക്ർ ദുആകളൊന്നുമില്ല, എല്ലാം സുന്നത്താണ്. ഹജ്ജിന്റെ പ്രധാനം അൽ ഹജ്ജ് അൽ അറഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. നിങ്ങളറിഞ്ഞോ, നമ്മുടെ കോഴിക്കോട്
ഇതോടുകൂടി ഇന്ത്യയിലെ 25 സിറ്റീസിലുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് എത്തി. ഡൽഹിയും അമൃത്സറും ഇൻഡോറും അജ്മീരും കാശ്മീരും ഒന്നും പോണ അവിടുത്തെ ഒക്കെ ഫുഡ് ഐറ്റം നമ്മുടെ കാലിക്കറ്റ് ആ ഒരു സിറ്റിയിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയിലെ 25 സിറ്റികളിലെ ഫുഡ് ഐറ്റംസ് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മൾ ഡൽഹി ഹൈദരാബാദ് നമ്മുടെ കോഴിക്കോട് വിഭവം. എന്താണ് കോഴിക്കോട് വിഭവം ഉള്ളത്? കോഴിക്കോടിന്റെ മാത്രമല്ല തൊട്ടപ്പുറത്ത ലക്ഷദ്വീപിലെ സ്റ്റാർ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരുപാട് സിറ്റിയിലെ അവരുടെ ഒതന്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന ഫെസ്റ്റിവലിൽ എത്തിയിട്ടുണ്ട്. ലക്നൌവിന്റെ കബാബ് അവിടെ കഴിക്കാൻ പോണേ, അത് മലായിയാണ്. മലായി അവിടെ കഴിക്കാണ്. എന്താ അതിന്റെ സംഭവങ്ങൾ നമുക്ക് നോക്കാം. വൗ! ഇന്ത്യയിലെ ഡിഫറെന്റ് സിറ്റീസിലുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വിട്ടോളി. ഒരുപാട് സിറ്റീസിൽ ഫുഡ് ഐറ്റംസ് അവിടുത്തെ ആളുകൾ തന്നെ പ്രിപ്പയർ ചെയ്യാണ് ഈ ഒരു സ്റ്റാൾ. മെയ് 12-ാം തീയതി വരെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നേരെ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വിട്ടോളി. The Great Indian Food Art, Taste of Harmony. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.